ഹായ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് രാവിലെ കണ്ണു തുറന്നപ്പോൾ തന്നെ ഒരു തോട്ട് വന്നു, ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന്. ഞാൻ ആദ്യമായിട്ടാണ് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുന്നത്. ഇന്നെനിക്ക് ലീവാണ്, ജോലിക്ക് പോകണ്ട. അപ്പോൾ എൻ്റെ ഒഴിവ് ദിവസത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഈ സാധനമൊക്കെ ഉണ്ട് കേട്ടോ എൻ്റെ കയ്യിൽ. സത്യം പറഞ്ഞാൽ വീഡിയോ കുറവായതുകൊണ്ട് ഇതൊന്നും ഉപയോഗിക്കാറില്ല. അപ്പോൾ ഇന്ന് നമുക്കിതൊന്ന് ഉപയോഗിച്ച് നോക്കാം. പിന്നെ ഞാൻ നേരെ ഡ്രസ്സെല്ലാം മാറി പല്ലൊക്കെ തേച്ച് വന്നു. ഞാനങ്ങനെ സ്കിൻ കെയർ ഒന്നും ചെയ്യാത്തത് കൊണ്ട് എനിക്ക് ഒന്നിനും ഒരുപാട് ടൈം ആവശ്യമില്ല. ദേ പോയി ഇതാ വന്നു, അതാണ് എൻ്റെ പോളിസി. അങ്ങനെ നേരെ കിച്ചണിൽ പോയി ഒരു നല്ല ഏലക്ക ചായ ഇടാമെന്ന് കരുതി. എനിക്ക് പാൽ ചായ ആകുമ്പോൾ നല്ല സ്ട്രോങ് ചായയാണ് ഇഷ്ടം. പൊതുവേ പാൽ ചായ തന്നെ വലിയ ഇഷ്ടമാണ്. രാവിലെ ഞാൻ നേരത്തെ തന്നെ എഴുന്നേറ്റിരുന്നു കേട്ടോ. ചായക്ക് 7:30 ഡ്യൂട്ടിക്ക് പോകേണ്ടതുകൊണ്ട് രാവിലെ ഒരു ട്രിപ്പ് ചായ വെക്കൽ കഴിഞ്ഞതാണ്. അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും പോയി കിടന്നു, പക്ഷെ ഉറങ്ങിയില്ല. പിന്നെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് നമുക്ക് പത്തിരിയും ചിക്കൻ സ്റ്റൂ ആയിരുന്നേ. അതിനിടയ്ക്ക് ഞാൻ ഫ്രീസറിൽ നിന്ന് മീനെടുത്ത് പുറത്തും വെച്ചു. നേരെ ചായ കുടിക്കാനും പോയി. ഞാൻ ഇൻട്രോ പറഞ്ഞപ്പോൾ എൻ്റെ ഡ്രസ്സ് വേറെ ആയിരുന്നല്ലേ. ഞാനൊരു മാക്സി ആയിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. രാത്രി മിക്ക ദിവസങ്ങളിലും ഞാൻ മാക്സി ഇട്ടിട്ടാണ് കിടക്കാറ്. എൻ്റെ അമ്മ ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് എനിക്ക് 2-3 മാക്സി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിടുമ്പോൾ നമുക്കൊരു കംഫർട്ടല്ല. നമ്മൾ ചെറുപ്പകാലത്തൊക്കെ നമ്മൾ മാക്സി ഇട്ട് നടന്നിട്ടില്ലേ. നമ്മുടെ നാട്ടിലതിന് നൈറ്റി എന്നാണ് പറയുന്നത്. ചില സ്ഥലങ്ങളിൽ മാക്സി എന്ന് പറയും. എനിക്ക് തോന്നുന്നൊരു കൂടുതൽ ആൾക്കാരും മാക്സി എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ മാക്സി എന്ന് പറഞ്ഞത്. അപ്പോൾ അതിടുമ്പോൾ ഒരു കംഫർട്ടായതുകൊണ്ട് രാത്രി അതിട്ടിട്ട് രാവിലെ ആകുമ്പോൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്യും. ഒന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങണമെങ്കിൽ ആ ഡ്രസ്സൊന്ന് ചേഞ്ച് ചെയ്യും. അപ്പോൾ ഉച്ചത്തേക്കുള്ള ഫുഡ് ഉണ്ടാക്കണം, ചോറുണ്ടാക്കണം, പിന്നെ മീനുണ്ട്. ചിലപ്പോൾ മീൻ കറി ഉണ്ടാക്കും, മീൻ പൊരിക്കണം, അവിയൽ ഉണ്ടാക്കണം എന്നുണ്ട്. പിന്നെ നമ്മുടെ കോവയ്ക്കില്ലേ, കോവയ്ക്ക എനിക്ക് പണ്ട് ഇഷ്ടമില്ലായിരുന്നു നാട്ടിലുള്ള സമയത്ത്. നാട്ടിൽ പിന്നെ നമുക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞാലും വേറെ എന്തെങ്കിലും ഉണ്ടാക്കി തരാൻ ആരെങ്കിലും ഉണ്ടല്ലോ. ഇവിടെ അങ്ങനെ പറ്റില്ലല്ലോ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ എല്ലാം ഇഷ്ടപ്പെടാൻ തുടങ്ങി, സ്വാഭാവികം. അപ്പോൾ ഭക്ഷണം ഉണ്ടാക്കണം, പിന്നെ റൂമൊക്കെ ഒന്ന് വൃത്തിയാക്കണം, കുളിക്കണം. ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ പരിപാടി. അവിയൽ ഉണ്ടാക്കാൻ നമുക്ക് ഇത്രയും സാധനമുണ്ട്. തോരൻ ഉണ്ടാക്കാൻ നമുക്ക് ഇത്രയും സാധനമുണ്ട്. അങ്ങനെ ഉച്ചത്തേക്കുള്ള ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് വിശപ്പിൻ്റെ അസുഖം തുടങ്ങി. അപ്പോൾ 2 ഓറഞ്ച് കുത്തിക്കയറ്റി. ഇത് ചെറിയ ടൈപ്പ് ഓറഞ്ചാണ്, ബേബി മാൻഡറിൻ എന്നാണ് പറയുന്നത്. നല്ല സ്വീറ്റാണ് കേട്ടോ. ഞാൻ പിന്നെ നേരെ റൂമിലേക്ക് പോയി. ഈ ചെറിയ റൂമിൽ നിൽക്കുന്നവർക്ക് അറിയായിരിക്കും ഈ കുഞ്ഞു റൂം മെയിൻറ്റെയിൻ ചെയ്യാനുള്ള പാട്. നമ്മളിനി എത്രയൊക്കെ വൃത്തിയാക്കി ഇട്ടാലും കാണുമ്പോൾ മെസ്സിയായി തോന്നും. അതുകൊണ്ട് തന്നെ എന്നും അടിച്ചു വാരി തുടച്ചിടണം. നമ്മൾ ജോലിക്കൊന്നും പോകുന്നില്ലെങ്കിൽ പെട്ടെന്ന് പണിയൊക്കെ തീരുമ്പോൾ ഭയങ്കര ബോറടിയാണ്. ഇനിയിപ്പോൾ ജോലിക്ക് പോകുന്നവരാണെങ്കിൽ ഒന്നിനും ടൈമും കിട്ടില്ല. അങ്ങനെ ഞാൻ റൂമെല്ലാം വൃത്തിയാക്കി പെട്ടെന്ന് തന്നെ കുളിക്കാൻ പോകാൻ സെറ്റായി. എനിക്ക് ഈ കേശ സംരക്ഷണവും സൗന്ദര്യ സംരക്ഷണവും ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഓഫറിൽ കണ്ടപ്പോൾ വാങ്ങിയ മമ്മാരത്തിൻ്റെ ഓയിലാണ് ഞാൻ ഹെയറിൽ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഇന്ന പ്രൊഡക്റ്റ് യൂസ് ആക്കിയാൽ ഇങ്ങനെയൊക്കെ ആകും എന്നൊന്നും സജസ്റ്റ് ചെയ്യാൻ അറിയില്ല കേട്ടോ. അപ്പോൾ ഡേ ബൈ ഡേ ഞാൻ വണ്ണം വെച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കുറച്ച് പ്രത്യേക തീരുമാനങ്ങൾ എടുക്കേണ്ട ഡേ കൂടെയാണിന്ന്. അതിൽ ആദ്യ തീരുമാനം ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യുക, അതിൻ്റെ ഒപ്പം ജിമ്മിന് പോകുക എന്നൊക്കെയാണ് കേട്ടോ. എന്താകുമെന്ന് അറിയില്ല, എന്നാലും നമുക്ക് നോക്കാം. അങ്ങനെ ഞാൻ നേരെ പോയി കുളിച്ചു വന്നു. അപ്പോഴേക്കും ടൈം ഏകദേശം 2 മണി കഴിഞ്ഞു കേട്ടോ. അപ്പോഴാണ് സാർ വിളിച്ചു പറഞ്ഞത് കുറച്ച് വൈകിയേ വരുള്ളൂ എന്ന്. അങ്ങനെ ലഞ്ച് കഴിച്ചപ്പോഴേക്കും ഈവനിങ് 4 മണിയായി. അപ്പോഴേക്കും എൻ്റെ ഡേ ഇൻ മൈ ലൈഫിൽ ഡേയും തീർന്നു.